ഹായ്, നിങ്ങളൊരു ക്ലാസ് 12 പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളോട് എനിക്ക് ആദ്യം ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ ചാനലിൽ പുതിയ ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ ക്ലാസ് 12ൻ്റെ പുതിയ ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ എന്ന് പറയണം. കാരണം നിങ്ങളുടെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡും അതേപോലെ എല്ലാ ഇൻഫർമേഷൻസും കിട്ടാൻ പോകുന്നത് ഈ ചാനലായിരിക്കും. ഓക്കെ, ഇനി എല്ലാവർക്കും ഉള്ള പ്രധാനമായിട്ടുള്ള ഒരു സംശയമാണ്, നിങ്ങൾക്കിപ്പോൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം പകുതിയൊക്കെ ആയുള്ള ആൾക്കാരുണ്ട്. മാത്സ് ഒക്കെ പകുതി ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഏകദേശം പകുതി ചാപ്റ്റേഴ്സൊക്കെ ആയുള്ള ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് സ്കൂളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള കാര്യം, ക്ലാസ് 11ഉം ക്ലാസ് 12 CBSEയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ക്ലാസ് 11ൽ നമ്മൾ നല്ലതുപോലെ ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ ക്ലാസ് 12ന് അത് ബാധിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു പ്രശ്നം. അപ്പോൾ ഇതിനെ ഇനി എങ്ങനെയാണ് നമ്മൾ മറികടക്കുക? ക്ലാസ് 11ൽ നല്ലതുപോലെ പഠിച്ചിട്ടില്ലെങ്കിൽ ക്ലാസ് 12ൽ മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടാവുമോ? തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാവും. നിങ്ങൾ ക്ലാസ് 11ൽ ഇപ്പോൾ നിങ്ങൾ മാത്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് നിങ്ങൾ +1 പഠിച്ചതാണ് അല്ലേ? അത് നിങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലിമിറ്റ്സും ഡെറിവേറ്റീവും നല്ലോണം അറിയാത്ത ആൾക്കാർക്ക് ഡെറിവേറ്റീവും കണ്ടിന്യൂറ്റിയും ബുദ്ധിമുട്ടായിരിക്കും. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ബുദ്ധിമുട്ടാവും. പിന്നെ ഇൻ്റഗ്രൽസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തുടങ്ങും. പിന്നെ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ബുദ്ധിമുട്ടാവും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് മാത്സിൽ തന്നെ പ്രശ്നമായി. നിങ്ങൾ +1ൽ 3D നല്ലതുപോലെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ +2 ക്ലാസ് 12ൽ എത്തുന്ന സമയത്ത് 3 ഡയമെൻഷണൽ ജിയോമെട്രി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അവിടെ ഇൻട്രൊഡക്ഷൻ ടു 3D ആണെങ്കിൽ ഇവിടെ 3 ഡയമെൻഷണൽ ജിയോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ക്ലാസ് 11ലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൻ്റെ ബാക്കിയാണ് ക്ലാസ് 12ലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. ട്രിഗണോമെട്രിയുടെ ബാക്കി ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലും ഇൻ്റഗ്രൽസിലും അതേപോലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുവിധം ചാപ്റ്റേഴ്സൊക്കെ മാത്സിൽ കണക്റ്റഡാണ്. അതേപോലെ കെമിസ്ട്രിയിലും അതേപോലെ ഫിസിക്സിലും ഒക്കെ ആ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ക്ലാസ് 11ൽ നിങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ക്ലാസ് 12ലെ പഠിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സിനെയും ബാധിക്കുമെന്നുള്ളത് 100% ഷുവർ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതിന് നിങ്ങൾക്കൊരു ബേസിക് പ്രോബ്ലം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ പഴയ ക്ലാസ്സുകളൊക്കെ എടുത്ത് കാണുക. എന്നിട്ട് എന്താണോ നിങ്ങൾക്ക് ഐഡിയ കുറവുള്ളത് അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ ബുദ്ധിമുട്ടും. അവസാനെത്തുന്ന സമയത്ത് നമുക്ക് ഒരു ചാപ്റ്ററിലെയും ഒരു കണക്ഷനും കിട്ടില്ല. മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ക്ലാസ് 11ലുള്ള എന്തെങ്കിലും ബേസിക്സിൻ്റെ പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് വേണം അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ. ഓക്കെ, അപ്പോൾ ഇപ്പം മുതലേ നല്ലതുപോലെ പഠിച്ച് നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് നല്ലതുപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കൺസിസ്റ്റൻസി തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എത്രത്തോളം ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പ്രധാന പോയിന്റ്, +1ലുള്ള പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ പ്രശ്നം +2ൽ വരികയാണെങ്കിൽ നിങ്ങൾ ആ ബേസിക്സ് പ്രോബ്ലം തീർത്തുകൊണ്ട് വേണം ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ. അത് വളരെ നിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറരുത്. അപ്പോൾ ഈ കാര്യത്തിൽ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ക്ലാസ് 11 നല്ലതുപോലെ പഠിച്ചിട്ടില്ലെങ്കിൽ ക്ലാസ് 12നെ അത് ബാധിക്കും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ ടാക്കിൾ ചെയ്യാനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ട് പിന്നെ വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. കൂടുതൽ ഇൻഫർമേഷൻസിനും കാര്യങ്ങൾക്കുമായിട്ട് ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ബൈ.